ஊனை தென்றல் தீண்டவும் விடமாட்டு அந்த திங்கள் தீண்டவும் விடமாட்டு ஊனை வேறு கைகளில் தரமாட்டேன் நான் தரமாட்டேன் நான் தரமாட்டேன் ரோஜா ரோஜா ഹലോ ആർമീസ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖമാണ്. അയ്യോ, ഈ സ്റ്റോറിയുടെ പേര് എഴുതായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുരുക്കി ESP എന്ന് പറയാണ് കേട്ടോ. അല്ലെങ്കിൽ ദിവസവും എന്നെ സൊല്ല പുയറ എന്ന് പറയുമ്പോഴത്തേക്ക് 1.5 മണിക്കൂർ കഴിയും. അപ്പോൾ ESPയുടെ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ പേരിട്ട സമയത്ത് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് വിചാരിച്ചില്ല പറയാൻ. പിന്നെ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് എൻ്റർടൈനിങ് ആയിട്ടിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ സ്റ്റോറി അങ്ങനെ തന്നെ ആയിരിക്കും, മാക്സിമം എൻ്റർടൈനിങ് ആയിട്ട് തന്നെ ആയിരിക്കും ഈ സ്റ്റോറി മുന്നോട്ട് പോവുക. അപ്പോൾ ശരി, പിന്നെ എന്തൊക്കെയൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, മറന്നുപോയി. അപ്പോൾ ശരി, നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിലോട്ട് പോകാം. ഷോ, ഈ ചെക്കന് ഇത്ര നേരമായിട്ട് കാണാനില്ലല്ലോ. ബസ് വന്നു, ബസ് കയറിയെന്നാണല്ലോ അവൻ പറഞ്ഞത്. എന്നിട്ട് ഇവിടെ ഇത്തുവരയ്ക്ക് എത്താൻ സമയമായില്ലേ? എണ്ടി വന്നാൽ ഇന്ന് എൻ്റെ കാര്യം കട്ട പുകയാ. ഇതാ വരുന്നുണ്ട്. എന്താടാ, എന്താ ഇത്ര ലേറ്റായേ? എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നറിയോ? എംഡി വന്നോ? വന്നില്ല, പക്ഷെ വരും. എന്താടാ നീ? എംഡി ഇരുന്ന് പേടിപ്പിച്ചതുകൊണ്ടാ എനിക്ക് കണ്ണി കണ്ട ബസ്സിൽ കയറി വരേണ്ടി വന്നത്. അതെന്താ? എടാ, ഞാൻ സ്ഥലമൊന്നും അറിയാതെ വേറെ ഏതോ ബസ്സിൽ ചെന്ന് കയറിയടാ. എന്നിട്ടെന്താ, ഒരു ഏഞ്ചൽ വന്ന് എന്നെ സഹായിച്ചു. നമ്മുടെ കടയിൽ സ്ഥിരം കസ്റ്റമറാണോ മറ്റേ ഏഞ്ചൽ ആൻറ്റി? തേങ്ങ അതൊന്നും അല്ലടാ, ഏഞ്ചൽ പോലൊരു മാലാഖ. മാലാഖ പോലൊരു പെൺകുട്ടി. എന്നിട്ടെന്താ, അവളുടെ വഴിക്കും പോയി, ഞാനിങ്ങോട്ടും വന്നു. എന്തായാലും നീ വന്നല്ലോ, അത് തന്നെ എനിക്ക് ആശ്വാസം. ഞാൻ കരുതി ഇതിന്റെ പേരിന് ലീവ് എടുക്കുന്ന. ഓ, അപ്പൊ നീ അത് പേടിച്ചിട്ടാണല്ലേ കണ്ണി കണ്ട ഏതെങ്കിലും വണ്ടി കയറി വാടാന്ന് വിളിച്ചത് തെണ്ടി. പിന്നെ നീ ഇല്ലെങ്കിൽ ഞാനിവിടെ പെട്ടുപോയില്ലടാ. ഒന്നാമത് നീ ഇവിടുത്തെ സെയിൽസ് മാനേജറാ. കണക്കൊക്കെ ഏതാണ്ട് അവതാളത്തിലാണ് കിടക്കുന്നത്. വന്ന് ആ കണക്കൊക്കെ ഒന്ന് നോക്കി ശരിയാക്കി എംഡി വരുന്നതിന് മുന്നേ. ശരി. അതുപോലെ നീ ഏതോ ഏഞ്ചൽ ആൻറ്റിയുടെ കാര്യം പറഞ്ഞില്ലേ? ഏഞ്ചൽ ആൻറ്റി അല്ല, ഒരു പെൺകുട്ടി. അത് പറ എന്താ സംഭവിച്ചത്? അവസാനം എന്താ, അയാള് വേറെ വഴിക്കും പോയി, ഞാൻ സ്കൂളിലേക്കും പോന്നു. കളഞ്ഞു. എന്തേ? അയാളുടെ പേരൊക്കെ ചോദിക്കായിരുന്നില്ലേ? എവിടെ വർക്ക് ചെയ്യാന്ന് ചോദിക്കായിരുന്നില്ലേ? എന്തിന്? അതൊക്കെ ഒന്നുമില്ല, ഞാൻ അറിയുന്നേ. ബെസ്റ്റ്. ഞാനായിരുന്നെങ്കിൽ അയാളുടെ ഇൻസ്റ്റ ഐഡിയും കൊണ്ടേ വരുവുള്ളായിരുന്നുള്ളൂ. ഇൻസ്റ്റ ഐഡി ഒന്ന് പോയാ വെച്ചേ. എന്തേ? ആളൊരു ചുള്ളൻ ചെക്കനാണെന്നാണല്ലോ പറഞ്ഞത്. അതിന് ഇൻസ്റ്റ ഐഡിയൊക്കെ ചോദിക്കാൻ പറ്റുമോ? അതെന്താ ചോദിച്ചാല്? അറ്റ്ലീസ്റ്റ് അയാളുടെ ഫോൺ നമ്പറെങ്കിലും ചോദിക്കായിരുന്നില്ലേ? നീ ഒന്ന് ചുമ്മാ അതിരിക്കാവൂ. മതി, നമുക്ക് ഈ ടോപ്പിക്ക് വിടാം. അമ്മ കേൾക്കണ്ട. അമ്മ ഒന്നും കേൾക്കാൻ പോകുന്നില്ല. അമ്മയുടെ അച്ഛനോട്ട് വലിയ ചർച്ചയിലാണെങ്കിലും അമ്മയുടെ ചെവി ഇങ്ങോട്ട് തന്നെ ആയിരിക്കും. അതെന്തായിക്കൊണ്ട് പോട്ടെ. ചേച്ചി ഇത് പറ. എന്ത്? ചേച്ചി സാധാരണ അങ്ങനെ ആരെയും ഹെൽപ്പ് ചെയ്യാത്തതാണ്. അപ്പോൾ ഇയാളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആ ചേതോ വികാരം എന്തായിരുന്നു? അല്ല, പൊതുവെ അങ്ങനെ ചെക്കന്മാരും ചേച്ചി ഹെൽപ്പ് ചെയ്യാറില്ല എന്നല്ല, മൈൻഡേ ചെയ്യാറില്ല. ഏതായാലും അയസം തന്തേ ഹെൽപ്പ് ചെയ്താലും. സോ ഇയാളെ ഹെൽപ്പ് ചെയ്യാനുള്ള റീസൺ എന്താന്ന്? റീസൺ കണ്ടപ്പോ പാവം തോന്നി. ഓ, പാവം തോന്നിയെന്ന് കരുതി ഇങ്ങനെ പൈസയൊക്കെ കൊടുത്ത് സഹായിക്കോ? പൈസയോ? എടി, അത് വെറും 13 രൂപയാ. നീ പറയുന്നത് കേട്ടെന്ന് ഞാനെന്താ വീടിന്റെ ആധാരം പണയം വെച്ച് കൊടുത്തതാണോ? ആർക്കറിയാടാ വീടിന്റെ ആധാരം പണയം വെക്കേണ്ടത്? കണ്ടോ,
ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അമ്മ കേൾക്കുന്നു. എൻ്റെ അമ്മേ, പാമ്പിൻ്റെ ചെവിയാണ്. ഞാൻ പറഞ്ഞല്ലോ നിന്നോട്. ഇവള് മരത്തിന് ആധാരത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നേ. ഒന്നുമില്ല മാ. ആ കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ ഇനി കോളേജിന് സ്കൂളിലൊക്കെ പോകേണ്ടതല്ലേ? ഇല്ല, നാളെ സൺഡേ അല്ലേ, ലീവാ. എന്നാലും കിടന്ന് ഉറങ്ങിക്കോ. ഓ ഈ തള്ളയുടെ ആവൂ. ആ ഞാൻ ഉറങ്ങി. അതോ ആ വന്നേ. ഈ പച്ചക്കറികൾ നിറഞ്ഞു തന്നേ. അതാ വരുന്നു. ജോലിക്ക് പോകുന്ന ദിവസമേ തിരിഞ്ഞു നോക്കില്ല. ജോലി ഇല്ലാത്തപ്പോഴെങ്കിലും ഒന്നും സഹായിച്ചൂടെ? ഹോ, ഈ പറയുന്നത് കേട്ടാ തോന്നും ജോലിക്ക് പോകുന്ന ദിവസം ഒന്നും ചെയ്തേ തരാറില്ലെന്ന്. ഈ അമ്മമാരെല്ലാം ഇങ്ങനെ തന്നെയാ. എത്ര ചെയ്തു കൊടുത്താലും ചെയ്തോടെയില്ല, എന്നാ ഒറ്റയ്ക്ക് ചെയ്യത്തുമില്ല. അതിനൊക്കെ അപ്പുറത്ത് ആ സൗമ്യയുടെ അമ്മ എന്ത് തങ്കപ്പെട്ട അമ്മയത്. വീട്ടിലെ എല്ലാ പണിയും അമ്മ അത്ര ചെയ്യുന്നത്. ഒരു തുണ്ട് പേപ്പർ പോലെ അവളെ കൊണ്ട് എടുപ്പിക്കില്ലാത്ത ഇവിടെയും ഉണ്ട്. ഡിഡി എങ്കിൽ പിന്നെ നീ അവളുടെ വീട്ടിൽ കൂടി. ആ ഞാൻ പോവും. ഇല്ലേല് അമ്മേനെ അങ്ങോട്ടേക്ക് കൊടുത്തിട്ട് ആ അമ്മ ഇങ്ങോട്ട് എടുത്താലോ എന്നാ ഞാൻ പ്ലാൻ ഇടുന്നേ. എന്താ അച്ഛൻ്റെ അഭിപ്രായം? അയ്യോ എൻ്റെ പൊന്നു മോളെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ പറഞ്ഞ് തീർക്കുന്നത് നല്ലത്. വെറുതെ എൻ്റെ തല ഇതിലിട്ട് ഉരുട്ടല്ലേ. അയ്യോ അച്ഛന് പേടിയാ ഈ അമ്മയാ. ആ എനിക്ക് പേടി തന്നെയാ. ജോലി കഴിഞ്ഞ് വരുന്ന ഇത്തിരി സമയം എനിക്ക് കുറച്ച് ചെവി കേട്ടിരിക്കണം. ഓ അല്ലേലും തന്തയ്ക്കും മക്കൾക്കും ഞാൻ വലിയ ശല്യമാണല്ലോ. ആ സാരമില്ല, ഞാൻ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ശല്യം തന്നെയാ. കണ്ണുള്ളപ്പോൾ അതിന്റെ വില അറിയില്ലല്ലോ. അതൊക്കെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയുള്ളൂ എന്റെ വില. അവസാനത്തെ എല്ലാ അമ്മമാരുടെ സ്ഥിര അടവും ചുമ്മാ ഇരിക്കും. അയ്യോ അമ്മ ഇവിടെ ആരും അങ്ങനെ ശല്യമായിട്ടൊന്നും കണ്ടിട്ടില്ല. അവളെന്തെങ്കിലും വിവരക്കേട് പറഞ്ഞു എന്ന് കരുതി അമ്മ ഞങ്ങളുടെ പൊന്നമ്മ തന്നെയാ. ശരി, ദേ ആ മലക്കറി ഒന്ന് കട്ട് ചെയ്ത് വെക്കും. ഇന്ന് മീനൊന്നും കിട്ടിയില്ല. അത് സാരമില്ല, ഞങ്ങൾ അതിന്റെ പേരിൽ അമ്മയോട് പിണങ്ങത്തൊന്നുമില്ല. ആ പിണങ്ങിയാലവിടെ പട്ടിണി എടുക്കത്തേ ഉള്ളൂ. വല്ല ആവശ്യട്ടോ. ആവൂ, ഉച്ചത്തേക്ക് എന്തേലും മുണങ്ങാൻ വേണേൽ വന്ന് എന്തെങ്കിലും വന്ന് സഹായിക്കൂ. ചുമ്മാ ഫോൺ നോക്കി ഇരുന്നാൽ മതിയല്ലോ, എല്ലാം തനി അങ്ങ് ഉണ്ടായി വരും. ഇതൊക്കെ വേറൊരുത്തന്റെ വീട്ടിൽ പോയി എങ്ങനെ ജീവിക്കാൻ പോകുന്നു? മിക്കവാറും 3 വീട്ടിൽ കൊണ്ടുവിടും. ഒരു ഗ്ലാസ് ചൂടുവെള്ളം പോലും ചൂടാക്കാൻ അറിയാത്തുള്ള എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഓ എങ്കിൽ അത്രയ്ക്ക് നല്ലത്. ടീ എന്ന് പറഞ്ഞവർ എന്തോ പറയാൻ തുടങ്ങിയിട്ട് പിന്നെ ആദുവിനെ നോക്കി അത് നിർത്തി. പക്ഷെ എന്നെ കൊണ്ടൊന്ന് കൂടുതൽ പറയിപ്പിക്കരുത്. മാനം മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം, ഇല്ലേ നീ തന്നെ അനുഭവിക്കും. ഈ വീട്ടിൽ വന്ന് നിൽക്കുമെന്ന് പറയാനേ നല്ല എളുപ്പം തന്നെയാ. നിന്ന് കഴിയുമ്പോഴേ അതിന്റെ പുളി പറയൂ. അമ്മേ, അവൾ എന്തെങ്കിലും പക്വതയില്ല സംസാരിച്ചെന്ന് കരുതി അമ്മയ്ക്കിനെ തന്നെ സീരിയസ് ആയിട്ട് എടുക്കുന്നേ? പക്വതയില്ലാത്തതോ? ഇനി എപ്പോഴും ഇതൊക്കെ പക്വത വരാം. കെട്ടിക്കാറായി എന്നിട്ട് പക്വത വന്നില്ലേ? ഇന്ന് കാണാൻ വരുന്നത് ഉറച്ചാ ഉടനെ കല്യാണം കാണും. അപ്പോഴും പക്വത വന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നാ മതിയല്ലോ. ഇന്ന് കാണാൻ വരുന്നവരോ? ആര്? അത് ഞാൻ ആദുവിനോട് പറഞ്ഞില്ല അല്ലേ? ഇല്ല. ആ ഇന്നൊരു കൂട്ടര് ആദുവിനെ കാണാൻ വരുന്നുണ്ട്. ഇന്നോ? ആ അതിന് ഇവളെ കെട്ടിക്കാനുള്ള പ്രായമായോ? പിന്നെ ആയില്ലേ. ഒരുത്തം വന്ന് ദേഹത്ത് തൊട്ട അത് ഏത് ഉദ്ദേശത്തിലാണ് തോന്നുന്നു തിരിച്ചുള്ള പ്രായമായില്ലേ? അത് തന്നെയാണ് കല്യാണം കഴിക്കാനുള്ള പ്രായം. പക്ഷെ അവളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവളെ പഠിച്ചോട്ടെ. ഇപ്പൊ വെറുതെ ചെക്ക വന്ന് നോക്കുന്നതേ ഉള്ളൂ, അല്ലാതെ കെട്ടിക്കാനൊന്നും പോകുന്നില്ല. ഇപ്പൊ ഉറപ്പിച്ചിട്ടാ ഇവളുടെ പഠിത്തം കഴിഞ്ഞിട്ടായിരിക്കും കല്യാണം. അതൊക്കെ ചേച്ചി അവളോട് സംസാരിച്ചിട്ടുണ്ട്. ആര്? വല്യമ്മയോ? ആ ചേച്ചിയുടെ ഒരു പരിചയത്തിലെ ചെക്കനാ, നല്ല കൂട്ടരാ. ചെക്കൻ പുറത്തോടെയാ ജോലി. കല്യാണം കഴിഞ്ഞാൽ പെണ്ണിനെയും കൊണ്ടുപോകും. അപ്പൊ നിനക്ക് അമ്മയമ്മ തൊല്ലയും കാണില്ല. ഞാൻ അതുകൊണ്ടാ സമ്മതിച്ചത്. അതുമാത്രമല്ല, അവരിത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവര് തന്നെ ബാക്കിയുള്ള പഠിപ്പിച്ചോളാന്ന് കേട്ടിട്ടുണ്ട്. അതെന്താ? അതെന്താന്ന് ആർക്കറിയാം? നമ്മളൊന്നും അറിയേണ്ട കാര്യമല്ല. നമ്മുടെ കുട്ടി അവർ പഠിപ്പിക്കുമല്ലേ. അല്ല ചേച്ചി, എന്തിനാ അധികം സംസാരിച്ചിട്ട്? ഇത് ഉറപ്പിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ആദ്യം അവരൊന്ന് കണ്ടിട്ട് പോട്ടെ, അല്ലമ്മേ? അതെ. നിനക്ക് ഞാൻ പറഞ്ഞത് വിഷമായോ? എന്തിന്? അല്ല, ഞാൻ നിന്റെ മാരേജിനെ കുറിച്ച് സംസാരിച്ചത്. അതിലെന്താ എനിക്ക് വിഷമം? അല്ല, എനിക്കിഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് നിനക്ക് തോന്നിയാലോ? എൻ്റെ ചേച്ചി ഇനി മാരേജ് വേണ്ടാൻ തീരുമാനിച്ചത് ചേച്ചിയുടെ ഇഷ്ടം. അത് കണ്ട് ഞാൻ ഇൻഫ്ലുവൻസ് ആകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എനിക്കിഷ്ടപ്പെട്ടാൽ ഞാൻ കെട്ടും.
അതിന് ചേച്ചിക്ക് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാലും ശരി. ശരി, നീ റെഡിയാകും, ഞാൻ കിച്ചണിലുണ്ടാകും. ശരി. അവൾ റെഡിയായോ? ചെക്കനും കൂട്ടരും എത്തി. ആ, അവൾ റെഡിയായേട്ടാ. എനിക്ക് സ്നാക്സ് ഒക്കെ എടുക്കാം അല്ലേ? എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അവളോട് വരാൻ പറ. അവള് വരും, ചേട്ടൻ അങ്ങോട്ടേക്ക് ചെല്ല്. ആ മോളെ, അത് നീ ഈ ചായയിട്ട് അങ്ങോട്ട് ചെല്ല്. അമ്മ ഈ സ്നാക്സോട്ട് അങ്ങോട്ടേക്ക് വരാം. ആ അത് മോളതോടെ വെച്ചോ, അമ്മ അവിടെ കൊണ്ട് ചെല്ലാം. മോൾ ഇവിടെ തന്നെ നിന്നാ മതി. ആ ശരി. അവൾ കിച്ചണിൽ തന്നെ മാറി നിന്നു. അവന്തികയും അമ്മയും അച്ഛനും ഹാളിലേക്ക് പോയി. പിന്നെ അവിടെ നടന്നതൊന്നും ആദു കണ്ടില്ല. തന്നോടമ്മ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അവൾക്കറിയാം. എന്നാലും പെട്ടെന്നത് കേട്ടപ്പോൾ ചെറിയ വിഷമായി. ഹാളിൽ നിന്ന് സംസാരങ്ങളും ചിരികളും അവൾക്ക് കേൾക്കാം. കൂട്ടത്തിൽ മൂത്ത ചേച്ചിയുടെ കാര്യം ആരോ ചോദിക്കുന്നതും അതിൽ നിന്നും അതിവിദഗ്ധമായിട്ട് അമ്മ ഒഴിഞ്ഞു മാറുന്നതും അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾക്കറിയാം അവളിപ്പോ അവർക്കൊരു ഉത്തരമില്ലാത്ത ചോദ്യമാണ്. എന്തായി, അവർ പോയോ? ആ, എന്തു പറഞ്ഞു? വീട്ടിൽ ചെന്നിട്ട് വിളിക്കാന്ന് പറഞ്ഞു. അവരെയും വിളിക്കത്തൊന്നുമില്ല. എന്താ? വിളിക്കില്ല, ഞാൻ പറയുമല്ലേ. അതെന്താ നീ അങ്ങനെ പറയാൻ കാരണം? കാരണം ഞാൻ ഓൾറെഡി അയാളോട് പേഴ്സണലായിട്ട് സംസാരിച്ചത് തന്നെ എനിക്ക് ഈ മാരേജിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇടി ഒരുമ്പെട്ടവളെ, നീ എന്ത് പണിയാടി കാണിച്ചത്? നീ ഇതിന് അങ്ങനെയൊക്കെ പറയാൻ പോയത്? പിന്നെ അമ്മ എന്താ പറഞ്ഞത്? വന്നൊന്ന് കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടാൽ എന്റെ പഠിത്തം കഴിഞ്ഞിട്ടുള്ള കല്യാണം എന്നല്ലേ? അതെ, പക്ഷെ അവരെന്താ പറഞ്ഞെന്നറിയാമോ? എന്താ, എന്റെ മോൻ 2 മാസത്തെ ലീവിന് വന്നതാ, കെട്ട് കഴിഞ്ഞിട്ട് പോകാനാ പ്ലാനെന്നു. അങ്ങനെ പറഞ്ഞു? ആ, അപ്പൊ അമ്മ അത് കേട്ടില്ലേ? ഇല്ല. ആ, അതൊന്നും കേൾക്കില്ലല്ലോ. അവരങ്ങനെ പറഞ്ഞത് കൊണ്ടാ ഞങ്ങളെ തനിച്ച് സംസാരിക്കാൻ വിട്ടപ്പോ ഞാൻ കാര്യം പറഞ്ഞു. നീ എന്തു പറഞ്ഞു? എനിക്ക് പഠിക്കണം, നിങ്ങൾ വേറെ ആളെ നോക്കിക്കോ വന്നു. ഷോ, എന്നാലും ചേച്ചി ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ആ, നിന്റെ ചേച്ചിയല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ. എങ്ങനെയെങ്കിലും കെട്ടിച്ചാൽ മതി, അതും കള്ളം പറഞ്ഞിട്ട്. ഇങ്ങനെ കള്ളം പറഞ്ഞ് കെട്ടിക്കാനാണെങ്കിൽ ഇതിൽ വല്ല ബ്രോക്കർ ഫീസ് അവൾക്കും കിട്ടിക്കാണും നിന്റെ ചേച്ചിക്ക്. ദേ, എന്റെ ചേച്ചിയെ കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. ഓ, ഞാൻ പറഞ്ഞാലാണ് കുറ്റം, അവള് ചെയ്തതൊന്നും അനാവശ്യമല്ല അല്ലേ? ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് നിന്റെ ചേച്ചിയുടെ ഇഷ്ടത്തിനല്ലേ ഈ ആലോചന ഇപ്പൊ കൊണ്ടുവന്നത്? ഓ, ഇപ്പൊ അങ്ങനെയായി. എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അവളെ വിളിച്ച് പറഞ്ഞേക്കാം, ഇനി ഒരു ആലോചന ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ടെന്ന്. ആ, നല്ലത്, നീ അങ്ങനെ തന്നെ ചെന്ന് പറയൂ, സമയം കളയണ്ട. ശാന്തി അപ്പൊ തന്നെ ഫോണെടുത്ത് ചേച്ചിയോട് വിളിച്ച് കയർക്കാൻ തുടങ്ങി. ആ സമയത്തിന് ആവും എല്ലാം റൂമിലേക്ക് വന്നു. നീ പറഞ്ഞത് സത്യമാണോ? അവരങ്ങനെയാണോ പറഞ്ഞേ? എങ്ങനെ? ഉടനെ വിവാഹം വേണമെന്നു? ഇല്ല. ഇല്ലേ? ഇല്ല. അപ്പൊ നീ പറഞ്ഞത്? അത് ചുമ്മാ. ചുമ്മയോ? അപ്പൊ നീ കള്ളം പറഞ്ഞതാണോ? ചേച്ചി ഒന്ന് പതുക്കെ പറയേ. നീ കള്ളം പറഞ്ഞതാണോ? ആ. എന്തിന്? എന്റെ പൊന്നു ചേച്ചി, എനിക്ക് ഈ വിവാഹത്തിന് ഒട്ടും താല്പര്യമില്ല. പ്രത്യേകിച്ച് ഈ കോളേജ് ടൈമിൽ. കോളേജ് ലൈഫ് എന്ന് വെച്ചാൽ പഠിക്കുന്നതിനൊപ്പം കുറച്ച് അടിച്ചുപൊളിയും കൂടിയാ. ഈ വിവാഹമൊക്കെ ഉറച്ചു കഴിഞ്ഞിട്ടുള്ള കോളേജ് ലൈഫ് ഭയങ്കര ബോറിംഗ് ആയിരിക്കും ചേച്ചി. എനിക്ക് നല്ല പരിചയമുണ്ട്. നമ്മൾ എവിടെ പോണേലും എവിടെ വരണേലും അമ്മയുടെ അച്ഛൻ്റെ മാത്രമല്ല, പിന്നെ ഇവന്മാരുടെയും പെർമിഷൻ വാങ്ങണം. അത് മാത്രമല്ല, എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഏതെങ്കിലും ചെക്കനൊന്ന് വായി നോക്കാൻ പറ്റുമോ? ഫ്ലർട്ട് ചെയ്യാൻ പറ്റുമോ? വേണ്ട. അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ ഞാൻ മുൻകൂട്ടി കണ്ടിട്ടാ ഇങ്ങനൊരു ഡ്രാമ കളിച്ചത്. അപ്പൊ ഞാൻ ചെക്കനോട് വിവാഹം വേണ്ടാന്ന് പറഞ്ഞത് അത് കള്ളാണോ? അത് ഞാൻ പറഞ്ഞു, പക്ഷേ അവർ മാരേജിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അശ്ശോ, നീ പറഞ്ഞ ഒരൊറ്റ കള്ളം കൊണ്ടാ അമ്മ അതേ ഉറങ്ങി തുള്ളുന്നേ ഫോണിൽ ചേച്ചിയോട്. അത് തുള്ളട്ടെ, ആ വല്യമ്മയ്ക്ക് കുറച്ച് കൂടുതലാ. അവർക്ക് എന്തിന്റെ കേടാ? അവർക്കൊരു മോള് മാത്രം ഉള്ളതിന്റെ കുന്തളിപ്പ. അതിനാണ് കെട്ടിക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ ബാക്കി നാട്ടുകാരുടെ മക്കളെ കെട്ടിച്ച് നിർവൃതി അടയാന്ന് വിചാരിച്ചു കാണും. അവർ ചേച്ചിയും കുറെ ആലോചന കൊണ്ടുവന്നിട്ടുള്ളതല്ലേ. അത് മാത്രമല്ല, അവരെന്തിനാ ഇങ്ങനെ ആലോചന കൊണ്ടുവരുന്നതെന്ന് ചേച്ചിക്ക് അറിയാവോ? ഇല്ല. എന്താ? ഞാനത് പിന്നീട് ചേച്ചിയോട് വിശദമായിട്ട് പറയാം. എന്തായാലും എനിക്കിപ്പം മാരേജ് വേണ്ട. പക്ഷെ മാരേജ് വേണ്ട എന്ന് പറഞ്ഞു ഉടനെ പറയും, ഓ ചേച്ചി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അത് കണ്ട് പഠിച്ചതാണോ? ഇനി അതല്ല, മറ്റെന്തെങ്കിലും റീസൺ കൊണ്ട് നടന്നില്ല എന്ന് വെച്ചോ, അതിനും ചേച്ചി തന്നെ കുറ്റപ്പെടുത്തും. ചേച്ചി ഇങ്ങനെ കെട്ടാൻ നിൽക്കുന്നതുകൊണ്ടാ ആ കല്യാണം നടക്കാത്തതെന്നു. അതുകൊണ്ട് ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഞാൻ ഇങ്ങനെ ഒരു ഡ്രാമ കളിച്ചു.
നിന്റെ ബുദ്ധി വിമാനാണ് മോളെ, പിടിച്ചു നിൽക്കണ്ടേ, പ്രത്യേകിച്ച് നമ്മുടെ ശാന്തമ്മയുടെ മുന്നിൽ. സായു പോയോ ചേച്ചി? ആ, അവള് പോയി. ഞാൻ സ്കൂൾ ബസ്സിൽ പറഞ്ഞു വിട്ടു. ഡാദി, ഇന്നും എന്തോ സാധിക്കാനുണ്ട്. ഡാ, എന്നെ നീ സ്കൂൾ വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യോ? അത്രേ ഉള്ളൂ. അത് ഞാൻ ഡ്രോപ്പ് ചെയ്യാം, വാ ഇറങ്ങ്. ഇപ്പോഴല്ല, പിന്നെ ഉച്ചയ്ക്കോ? ആ മീറ്റിങ്ങിന്, അതിന് ഞാൻ ഇതുവരെയും പോയില്ലടാ. ഇതുവരെയും പോയില്ലേ? ഇല്ല, ഒറ്റയ്ക്ക് പോകാൻ മടിയായിട്ടടാ. പൈസ കേട്ടാൻ കൂടണ്ടെന്നെങ്കിൽ നിന്നെ ഇങ്ങനെ താങ്ങേണ്ട കാര്യം കൂടി ഇല്ലായിരുന്നു. എന്റെ ചേച്ചി, ഇങ്ങനെ ആരെങ്കിലൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതൊന്ന് നിർത്ത്. ചേട്ട ഇല്ലെങ്കിൽ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിക്കണ്ടേ? ചേച്ചി നല്ല പഠിത്തം ഇവരുള്ള ആളല്ലേ, ആ ഡ്രൈവിംഗ് കൂടി പഠിച്ചാലെന്താ? എനിക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ ലീവ് എടുക്കണ്ടല്ലോ. നിനക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നീ അത് പറഞ്ഞാൽ മതി. അതിന് എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല, വിവരമില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നൊന്നും പറഞ്ഞ് എന്നെ ഇൻസൾട്ട് ചെയ്യണ്ട. ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഭർത്താവിനല്ലേ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അത് നിനക്കെന്താ? എനിക്കൊന്നുമില്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ശരി, നിനക്ക് എന്നെ സ്കൂൾ വരെ കൊണ്ട് എത്തിക്കാൻ പറ്റോ ഇല്ലേ? ഇല്ലെങ്കിൽ ഞാൻ വൈശാഖേട്ടനെ വിളിച്ച് പറയും. എന്റെ പൊന്നു കൂടെ പറപ്പേ, അതിബുദ്ധി ഒന്നും ചെയ്യണ്ട. ഞാൻ വരാം. എപ്പോഴാ വരേണ്ടത്? നീ 2 മണിക്ക് വാ. എന്നിട്ട് ഇവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് സ്കൂളിൽ പോകാം. അതായത് ഞാൻ ഷോപ്പിൽ നിന്ന് ഇവിടെ വന്ന് ചേച്ചീനെ പിക്ക് ചെയ്ത് നേരെ സ്കൂളിൽ പോയിട്ട് പിന്നെ ഇവിടെ വന്ന് ചേച്ചീനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ തിരികെ ഷോപ്പിൽ പോകണം അല്ലേ? എന്റെ കണ്ണിച്ചോഴലത്തെ ചേച്ചി, എന്നോട് കുറച്ച് ദയ കാണിക്കുക. ഞാനെങ്ങനെ കാണിക്കാനാ? ചേച്ചി ഒരു കാര്യം ചെയ്യും, ഒരു ഓട്ടോ പിടിച്ച് ആ മണിയൂർ ജംഗ്ഷനിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഷോപ്പിൽ നിന്ന് നേരെ അങ്ങോട്ടേക്ക് വന്ന് ചേച്ചിയെ പിക്ക് ചെയ്ത് നേരെ നമുക്ക് അത് പറയുമ്പോൾ പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് ആദവിനെയാണ് ഓർമ്മ വന്നത്. അവളും അന്ന് ആ വഴിയാണല്ലോ പോയത് എന്നവൻ ഓർത്തു. നീ എന്താണെന്ന് ആലോചിക്കുന്നേ? അല്ല, അവിടെ നിന്ന് നമുക്ക് ഒരുമിച്ച് സായുവിന്റെ സ്കൂളിൽ പോകാമെന്നോ? ശരി, അപ്പൊ ഞാൻ അവിടെ വരാം. ഞാൻ അവിടെ വന്നിട്ട് നിന്നെ വിളിക്കാം. ശരി, അപ്പൊ ബൈ. നമുക്ക് ഉച്ചയ്ക്ക് കാണാം. ശരി. തിരക്ക് വലിയ കുറവാ അല്ലേടാ? പിന്നെ ഇത് പലചരക്ക് കടയല്ലേ, ഏത് നേരം തിരക്ക് വരാൻ. ഏതായാലും സീസൺ ടൈമിൽ തിരക്ക് കാണും. ചിങ്ങമാസം കഴിഞ്ഞില്ലേ, ഇനി അത്രയ്ക്ക് അത്ര തന്നെ. ഇനി അടുത്ത ഡിസംബർ ആവട്ടെ, നിന്റെ ഈ വിഷമം അങ്ങ് മാറും. വേറെ ഒന്നുമല്ല, MD വന്നപ്പോ ഉദ്ദേശിച്ച ടാർഗറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞായിരുന്നു. അല്ലല്ലേ, MDമാർ എപ്പോഴാ ടാർഗറ്റ് കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നേ? നീ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. പിന്നെ നീ മൂളി, അത് ഞാൻ വെറുതെ മൂളിയതാ. പിന്നെ നിനക്കിനി പെണ്ണുകാലൊന്നുമില്ലേ? നീ എന്ന് മനസ്സ് വെച്ചാ നമുക്കൊരു കല്യാണ പർച്ചേസ് കിട്ടും. പോടാ. എടാ, എനിക്ക് ഈ മാസത്തെ ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കൂടാ. ഊതുവാണല്ലേ? കാറ്റടിച്ചു. അടിച്ചു. പിന്നെ എന്നെനിക്ക് ഉച്ചയ്ക്ക് കുറച്ചു നേരം പെർമിഷൻ വേണമായിരിക്കും. നിനക്ക് ഇത് തന്നെയാണോ പണി ആദി? ഇപ്പൊ കുറച്ച് നാളായിട്ട് മോൻ ഇതാണല്ലോ പരിപാടി. എന്തേ, ഞാൻ MDക്ക് റിപ്പോർട്ട് കൊടുക്കണോ? ധൈര്യം ഉണ്ടെങ്കിൽ നീ കൊടുക്ക്. ധൈര്യം ഉണ്ടെങ്കിൽ കൊടുക്കാൻ നീ പറയണ്ട. ഓൾറെഡി അങ്ങേര് വന്നപ്പോ ചോദിച്ചതാ, അദ്ദേഹം കുറച്ചധികം ലീവ് എടുക്കുന്നുണ്ടല്ലോ എന്ന്. അതിന് അയാൾ അങ്ങനെ അറിഞ്ഞു? പിന്നെ ഈ 5 മിഷൻ കാണാനാണോ വച്ചിരിക്കുന്നേ? ഞാൻ മറന്നു. അതുകൊണ്ട് നീ ഇന്നിനി പോകണ്ട. എടാ, അത്യാവശ്യമാടാ. എന്തത്യാവശ്യം? നേരത്തെ പറഞ്ഞ മാതിരി വീണ്ടും പെണ്ണിടാൻ പോവാണോ? അതിനല്ല, സായുവിന്റെ സ്കൂളിൽ പാരന്റ് മീറ്റിംഗാ. സായുവിന്റെ സ്കൂളിൽ പാരന്റ് മീറ്റിംഗ് ആണെങ്കിൽ അത് അവളുടെ പാരന്റ് പോകും. അതിന് നീ എന്തിനാ പോകുന്നേ? ആ പാരന്റിനെ കൊണ്ടു ചെല്ലേണ്ടത് ഞാനാടാ. ആദി, ഇത് കുറച്ച് കൂടുന്നുണ്ടേ. ഇതൊക്കെ നിന്റെ ചേച്ചി തനിച്ച് ചെയ്തൂടെ? ചേച്ചി അങ്ങനെ ഒരിടത്തും തനിച്ച് പോയിട്ടില്ല, നിനക്കറിയില്ലേ? എങ്കിൽ ഇനി ഇവിടെ തനിച്ച് പോയി ശീലിക്കട്ടെടാ. എടാ, നിനക്ക് പെർമിഷൻ തരാൻ പറ്റുമോ? ഇല്ലേ? ഇല്ല. എടാ, എന്താടാ? ഒന്നുമില്ല, നമ്മൾ ഒരുമിച്ച് ഒരു ബെഞ്ചിരുന്ന് പഠിച്ചവരല്ലേ. ആ ഒരു അഡ്വാൻറ്റേജെങ്കിലും താ. ശരി, നിനക്ക് ഞാൻ അഡ്വാൻറ്റേജ് തരാം. അതിന് മുന്നേ നീ ഒരു കാര്യം ചെയ്യും. എന്ത്? ഞാനിവിടെ തരാം. നീ ഇവിടുത്തെ ഷോറൂം മാനേജർ, നീ ഇവിടെ തരാം സെയിൽസ് മാനേജർ. അപ്പം ഞാനാണോ
അത് നീയാണോ ഇവിടുത്തെ മുതിർന്ന പൊസിഷൻ? അത് നീ തന്നെ. അപ്പോ നീ എന്നെ എന്താ വിളിക്കേണ്ടത്? സാറെന്ന്. നീ എപ്പോഴേലും അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ ഇപ്പൊ വിളിക്കൂ. ആ ഇപ്പൊ വിളിക്കൂ. കാര്യം കാണാനെങ്കിലും ഈ സാറെന്ന് വിളിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മുതലെടുക്കുവാണല്ലേ? കുറച്ച്. വിളിച്ചേ. റെസ്പെക്റ്റഡ് സാർ, എനിക്ക് ഉച്ചയ്ക്ക് ശേഷം കുറച്ചു നേരം പുറത്തു പോകാൻ പെർമിഷൻ വേണം. എവിടെയൊക്കെ പോകുന്നേ? ഒരു അത്യാവശ്യമുണ്ട്. എങ്കിൽ പഞ്ച് ചെയ്തിട്ട് വെക്കോ. ഇവിടെ പഞ്ച് ചെയ്ത ഹാഫ് ഡേ ലീവ് ആവൂടാ. അത് സാരല്ല, തിരികെ വന്ന് വീണ്ടും പഞ്ച് ചെയ്താൽ മതി. ഓ, അപ്പൊ നീ പക വിട്ടോണല്ലേ? അയ്യടാ, പക വിട്ടാൻ പറ്റിയ മുതല്. ഇനി നിനക്ക് ഞാൻ ഫ്രീ സർവീസ് തരില്ല മോനെ. MD എനിക്ക് ലാസ്റ്റ് വാർണിംഗ് തന്നതാ. ഇനി നീ പഞ്ച് ചെയ്തിട്ട് പോയാൽ മതി. പന്ന എന്നെ കൊണ്ടൊന്ന് സാറേന്ന് വിളിപ്പിച്ചിട്ട്. അത് സാരല്ല, നീ ശീലാക്കിക്കോ. നിനക്ക് ഞാൻ കാണിച്ചു തരാടാ. ഇവിടെ വെച്ച് വേണ്ട, നമുക്ക് അപ്പുറത്തപ്പുറത്തെ മാറി നിൽക്കാം. ഉച്ചയ്ക്ക് ആദ്യം ചേച്ചിയും പിക്ക് ചെയ്ത് നേരെ സ്കൂളിലേക്ക് ഡ്രൈവ് ചെയ്തു. പോകുന്ന വഴിക്ക് അവന്റെ കണ്ണുകൾ എന്തോ പരതുന്നുണ്ടായിരുന്നു. നീ എന്താ അത്ര സ്ലോ ആയിട്ട് പോകുന്നേ? എനിക്ക് 3 മണിക്ക് മുന്നെങ്കിൽ സ്കൂളിലെത്തണം. അത് പോവല്ലോ. പിന്നെ നീ എന്താ ഇത്ര വായി നോക്കുന്നേ? നേരെ നോക്കി വണ്ടി ഓടിക്കേ. ഓടിക്കുമല്ലേ എൻ്റെ അമ്മോ. ചേച്ചി പോയിട്ട് വാ. നീ വരുന്നില്ലേ? ഞാൻ എന്തിനാ? ചേച്ചി എന്താ നോക്കിട്ട് അവളെ വിളിച്ചിട്ട് വാ. ഓ, അവളെ വേണം. പക്ഷെ അവളുടെ സ്കൂളിൽ കയറില്ലെന്ന് ശബ്ദം എടുത്തിരിക്കണോ? അതല്ല, സാധാരണ ചേച്ചിക്ക് വഴക്ക് കിട്ടാറാണല്ലോ പതിവ്. അതിനി എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല, അതാ. ഓ, അങ്ങനെ പറ. ശരി, നീ അപ്പോൾ വെയിറ്റ് ചെയ്യും, ഞാൻ പോയിട്ട് വരാം. അഞ്ജലി ക്ലാസ്സിലേക്ക് നടന്നു. ആദ്യം കാറ് പാർക്ക് ചെയ്തിട്ട് സ്കൂളിന്റെ മുറ്റത്ത് തന്നെ വെയിറ്റ് ചെയ്ത് നിന്നു. കുറച്ചു നേരം നിന്ന് ബോറടിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ഫോൺ എടുത്ത് റീല് നോക്കി നിന്നു. എന്നിട്ടും ആ നിൽപ്പിന് ഒരു അറുതി വരുന്നില്ല എന്ന് കണ്ട് അവൻ ചേച്ചിയെ വിളിക്കാനായി ഒരുങ്ങി. പെട്ടെന്ന് സ്കൂളിന്റെ 2ാമത്തെ നിലയിൽ ഒരു പരിചയമുള്ള മുഖം. അവൻ അവിടേക്ക് സൂക്ഷിച്ചു നോക്കി. യെസ്, ബസ്സിലെ ആ പെൺകുട്ടി. അവളെ കണ്ടതും അവൻ ആ 2nd ഫ്ലോറിലേക്ക് കുതിച്ചു. പക്ഷേ അവൻ ഓടിച്ചെന്ന് എത്തിയതും അവൾ അവിടെ കണ്ടില്ല. ഇനി ഒരു പക്ഷേ അത് അവൾ ആയിരിക്കില്ലയോ എന്നൊരു തോന്നലും ഉണ്ടായി. പെട്ടെന്ന് അവൾ അടുത്ത ക്ലാസ്സിൽ നിന്നിറങ്ങി നേരെ അവന്റെ മുന്നിൽ തന്നെ വന്നു നിന്നു. ഹായ്. ഹലോ. എന്നെ മനസ്സിലായോ? ഐ മീൻ, ഓർമ്മയുണ്ടോ? മറക്കാനും മാത്രമുള്ള ദിവസമൊന്നും ആയില്ലല്ലോ. അപ്പോ ഓർമ്മയുണ്ടല്ലേ? കുട്ടി എന്താ ഇവിടെ? കുട്ടിയുടെ ആരെങ്കിലും ഇവിടെ പഠിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെന്താ? ഞാൻ ഇവിടെയാ വർക്ക് ചെയ്യുന്നത്. ഐ എം എ ടീച്ചർ. ഓ, കുട്ടി ടീച്ചറാണല്ലേ? എന്താ? ഒന്നുമില്ല. അതാ, നിങ്ങളെന്താ ഇവിടെ? ഏത് കുട്ടിയുടെ പാരന്റാ? എനിക്കിതൊരു മാരേജ് പോലും ആയിട്ടില്ല. ഐ എം സ്റ്റിൽ സിംഗിൾ. ഓ, പപ്പാ. എന്തോ? ഇതെവിടെന്നാ ഈ കുരിപ്പ്? ഈ കുട്ടി ഏതാണെന്ന് പോലും എനിക്കറിയില്ല. പപ്പാ. പപ്പ നിന്റെ തന്ത. ദൈവമേ, ഇതിന് അവകാശികൾ ആരും ഇല്ലേ? പപ്പാ. പേടിപ്പിച്ചു കളഞ്ഞ കുരിപ്പ്. ഞാൻ പറഞ്ഞില്ലേ, ഐ എം സ്റ്റിൽ സിംഗിൾ. അല്ല, അപ്പൊ ആരെ കാണാനാ വന്നേ? മാമു. ദേ ഈ കുരിപ്പിനെ കാണാനാ. ഓ, സാദിക്കയുടെ റിലേറ്റീവ് ആണോ?
ആ എൻ്റെ ബ്രദറാവൻ അദ്വൈത്. ഓ, ചേച്ചിയുടെ സ്വന്തം ബ്രദറാണോ? അതെ. ആഹാ. മോളുടെ പപ്പ നാട്ടിലില്ലാത്ത കാരണം പണി കൂടുതൽ ഇവനാ. മിക്കപ്പോഴും എന്നെയും മോളേക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്നത് ഇവനാ. പക്ഷെ ഇതുവരെ ഈ സ്കൂളിലേക്ക് കയറിയിട്ടില്ല. പിന്നെ ഇപ്പൊ കയറി വരാനുള്ള കാരണം എന്താണാവൂ? നീ എന്നെ തേടി ഇറങ്ങിയതാണോടാ കാണാത്തതുകൊണ്ട്? ആ അതെ. ആ ഞാൻ പറഞ്ഞിട്ടേ. അപ്പൊ ശരി, വാ നമുക്ക് പോകാം. കഴിഞ്ഞോ? എന്ത്? അല്ല, മീറ്റിംഗ്. ആ അത് കഴിഞ്ഞു. ആശോ, പിന്നെ നിനക്ക് പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇതാണ് സായുവിന്റെ ക്ലാസ് ടീച്ചർ, അവളുടെ ആരാധ്യ മിസ്. ഓ, ആരാധ്യ. നൈസ് നെയിം. ഈ മിസ്സിനെയാ അന്ന് മാമു വഴക്കു പറഞ്ഞത്. എപ്പോ? അന്ന് പറഞ്ഞില്ലേ മിസ്സിനെ കണ്ട് നല്ല വഴക്കു പറയണോന്ന്? ഞാനെപ്പോ പറഞ്ഞു? മോള് കുരുത്തക്കേട് കാണിച്ചാൽ മിസ് വഴക്കു പറയുന്ന മാമൻ പറഞ്ഞത് അല്ലേ ചേച്ചി? ആ അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പൊ ശരി ടീച്ചർ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇവനെ ഷോപ്പിൽ നിന്ന് വിളിച്ചിറങ്ങിക്കൊണ്ട് വന്നതാ. അവന് ലേറ്റ് ആകും അല്ലേടാ? ഹേയ്, അതൊന്നും സാരമില്ല, ഞാൻ പറഞ്ഞിട്ട് തന്നെയാ. എന്നാലും വൈകണ്ട, ഞങ്ങൾ ഇറങ്ങട്ടെ ടീച്ചർ. ആ ശരി, ഹോംവർക്ക് ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കണേ. ആ ഓക്കെ ടീച്ചർ. അപ്പൊ ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ആരെ? ചേച്ചീനെ? ആ ഓക്കെ. അവരവിടെ നിന്ന് തിരികെ നടന്നു.